കൊറോണ വ്യാപനം മൂലം പ്രഖ്യാപിച്ച വിലക്കുകൾക്ക് പിന്നാലെ നിരവധി പ്രവാസികളാണ് നാട്ടിൽ കുടുങ്ങിയത്. മാസങ്ങൾ പിന്നിട്ടിട്ടും നേരിട്ടെത്താനാകാതെ ആശങ്കയിലാണ് പലരും. ഇത്തരത്തിൽ സൗദിയിലേക്ക് എത്താൻ കാത്തിരിക്കുന്ന പ്രവാസികളെ മുതലെടുത്തും നിരവധി തട്ടിപ്പുകളാണ് അരങ്ങേറുന്നത്. ജാഗ്രത! ഏവരെയും ഞെട്ടലാഴ്ത്തിയ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒട്ടനവധി സൗദി മലയാളികളും വിമാന ടിക്കറ്റ് തട്ടിപ്പിനിരയായതായി റിപ്പോർട്ട്. കുവൈറ്റിലേക്കുള്ള വിമാന ടിക്കറ്റിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ സംഘം സൗദി മലയാളികളെ പറ്റിച്ചും ലക്ഷങ്ങൾ തട്ടിയതായി പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയുണ്ടായി. വെറും 3 പേരിൽ നിന്ന് മാത്രം 4.25 ലക്ഷത്തോളം രൂപയാണ് ജൂണിൽ ഈ സംഘം കബളിപ്പിച്ചെടുത്തത്. ഡൽഹി ആസ്ഥാനമായ മർഹബ ട്രാവൽ ഏജൻസിയുടെ പേരിലായിരുന്നു ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. സൗദിയിലേക്ക് വിമാന ടിക്കറ്റും 2 ആഴ്ചത്തെ ഭക്ഷണമടക്കം ക്വാറന്റൈൻ സൗകര്യവും നൽകുന്നതായി ഇവർ പറയുകയും ചെയ്തു. ഇത്തരത്തിൽ പറഞ്ഞ തുക 1,69,000 രൂപ ഇവർ കൈക്കലാക്കി. ഡൽഹിയിലുള്ള മർഹബ ട്രാവൽ ഏജൻസി ഉടമ എന്ന പേരിൽ ബന്ധപ്പെട്ടത് മുഹമ്മദ് ഹാഷിം എന്നയാളാണ് എന്നും പോലീസ് കണ്ടെത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ 5 മാസമായി നാട്ടിൽ കുടുങ്ങിയ PM റിയാസ് 3 തവണയായി പറഞ്ഞ തുക മുഴുവൻ അക്കൗണ്ടിലിടുകയും ചെയ്തു. റിയാസിന്റെ സുഹൃത്തുക്കളായ വിപിൻ 1.5 ലക്ഷം രൂപയും അഗ്നൽ ജോസഫ് 85,000 രൂപയും ഇവർക്ക് കൊടുത്തു. വിമാനമുണ്ടെന്ന് പറഞ്ഞ ജൂൺ 14 തലേ ദിവസം ഏജൻസിക്കാരൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു. കൂടാതെ കുവൈറ്റിലേക്കുള്ള വിമാന ടിക്കറ്റിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ സംഘം സൗദി മലയാളികളെ പറ്റിച്ചും ലക്ഷങ്ങൾ തട്ടുകയായിരുന്നു. 3 പേരിൽ നിന്ന് മാത്രം 4.25 ലക്ഷത്തോളം രൂപയാണ് സംഘം ജൂണിൽ കബളിപ്പിച്ചെടുത്തതെന്ന് പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. ഡൽഹി ആസ്ഥാനമായ മർഹബ ട്രാവൽ ഏജൻസിയുടെ പേരിലായിരുന്നു തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. സൗദിയിലേക്ക് വിമാന ടിക്കറ്റും 2 ആഴ്ചത്തെ ഭക്ഷണമടക്കം ക്വാറന്റൈൻ സൗകര്യമുണ്ടെന്നാണ് ഇവർ പ്രവാസികളെ പറഞ്ഞ് പറ്റിച്ചത്. തുക 1,69,000 രൂപയാണ് ഇവർ ഓരോരുത്തരിൽ നിന്നും ഈടാക്കിയത്. എന്നാൽ വിമാനമുണ്ടെന്ന് പറഞ്ഞ ജൂൺ 14 തലേ ദിവസം തന്നെ ഏജൻസിക്കാരൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത് തട്ടിപ്പാണെന്ന് ഇവർ തിരിച്ചറിഞ്ഞത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.